കൈപ്പയ്ക്ക അല്ലെങ്കിൽ പാവയ്ക്ക കയ്പ്പ് കാരണം കൊണ്ട് കഴിക്കാൻ മടിക്കുന്ന ഒരു വിഭവമാണ് അല്ലേ കൈപ്പയ്ക്ക. അപ്പോൾ കൈപ്പയ്ക്ക എങ്ങനെ കയ്പ്പ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഒരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കാമെന്ന് നോക്കാം. അതുകൂടാതെ അതിൻ്റെ ഇടയിൽ കുറച്ച് പാരൻറ്റിങ് ടിപ്സുമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. നമുക്ക് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ കുട്ടികളെ മാനേജ് ചെയ്യുക എന്നുള്ളതും ഈ കൈപ്പയ്ക്ക പോലെ തന്നെ കുറച്ച് കയ്പേറിയ കാര്യം തന്നെയാണ് അല്ലേ. കുട്ടികളെ പുറത്ത് കളിക്കാൻ വിടാത്തവരാണോ നിങ്ങൾ? അറിഞ്ഞിരിക്കേണ്ടത് എന്തെല്ലാം. അതുപോലെ കുട്ടികളെ വളർത്തുന്നതിൽ ചൈനയുടെ റിവേഴ്സ് പാരൻറ്റിങ് മെത്തേഡ് എന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യണത്. അതുപോലെ എന്താണ് നമ്മുടെ കൈപ്പയ്ക്ക കയ്പില്ലാതെ അല്ല, ചെറിയൊരു തരം കയ്പുണ്ടായിരിക്കും, പക്ഷേ എങ്കിലും ആ ഭയങ്കര കയ്പില്ലാത്ത തരത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടിപ്സ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ കയ്പ്പയ്ക്ക വെള്ളത്തിൽ കഴുകിയിട്ട് ആദ്യം വെള്ളത്തിൽ കഴുകിയിട്ട് വീണ്ടും കുറച്ച് കല്ലുപ്പും അതുപോലെ മഞ്ഞൾപ്പൊടിയും കുറച്ച് വിനാഗിരിയും ഇട്ടിട്ട് കുറച്ച് നേരം വെക്കുക. അതിലത്തെ അണുക്കളൊക്കെ പോട്ടെ, അതിൽ കെമിക്കൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് കഴുകാനിട്ടു. എന്നിട്ട് അതിന് ശേഷം അതിലേക്ക് ഒരു കയ്പ്പയ്ക്കയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലേക്ക് 2 വലിയ സവാളയാണ് എക്സ്ട്രാ എടുക്കുന്നത്. അപ്പോൾ ഒരു കയ്പ്പയ്ക്കയ്ക്ക് 2 സവാള, ഇത്തിരി വലിപ്പമുള്ള സവാളയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഉപ്പേരി അല്ലെങ്കിൽ മെഴുക്ക് വരട്ടി മിളകിടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി വെളുത്തുള്ളി ചതച്ചത് വേണം, കുറച്ച് കറിവേപ്പിൻ്റെ ഇല വേണം, പിന്നെ ചതച്ച മുളകോ അല്ലെങ്കിൽ മുളക് പൊടിയോ വേണം, പിന്നെ വെളിച്ചെണ്ണ, പിന്നെന്താണ് അതൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടി ഉണ്ട്, ഞാനത് ആ ടൈമിൽ പറഞ്ഞു തരാം. അതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് പാരൻറ്റിങ് ടിപ്സ് നോക്കാം. കുട്ടികളെ പുറത്ത് കളിക്കാൻ വിടാത്തവരാണോ നിങ്ങൾ? അറിഞ്ഞിരിക്കേണ്ടത് എന്തെല്ലാം. അയൽപ്പക്കത്തെ കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്ന ശബ്ദം ജനാലയിൽ കൂടി കേൾക്കാം. അതൊന്നും ശ്രദ്ധിക്കാതെ മൊബൈൽ ഗെയിമിൽ മതിമറന്നിരിക്കുകയാണ് ഒരു കുട്ടി. കുട്ടികൾ ഓടിച്ചാടി കളിക്കുന്നതിനേക്കാൾ നല്ലത് ഒരിടത്തിരുന്ന് ഗെയിം കളിക്കുന്നതാണ് എന്ന് വിശ്വസിക്കുന്ന മാതാപിതാക്കളുണ്ട്. എന്നാൽ കൂട്ടുകൂടി കളിക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കൂ. കൂട്ടുകൂടി കളിക്കുന്നത് സമൂഹവുമായി ഇടപെടാനുള്ള ഒരു പരിശീലനം കൂടിയാണ്. ഇതുവഴി മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്ന് അവൻ സ്വയം പരിശീലിക്കുന്നു. പങ്കുവെക്കൽ, മറ്റൊരാളെ കൂടി പരിഗണിക്കൽ തുടങ്ങിയ ഗുണങ്ങൾ അവർക്ക് കിട്ടുന്നു. കളിക്കിടയിലുണ്ടാകുന്ന ചെറിയ പരാജയങ്ങൾ തോൽവിയെ കൂടി നേരിടാൻ അവരെ പ്രാപ്തരാക്കുന്നു. സന്തോഷവും സങ്കടവും പങ്കുവെക്കാൻ കൂട്ടുകാർ ഉണ്ട് എന്ന ചിന്ത അവരുടെ ആത്മവിശ്വാസം കൂട്ടുന്നു. ഗെയിമിലും ടിവിയിലും പാഴാക്കി കളയുന്ന ഊർജം നല്ല രീതിയിൽ വിനിയോഗിക്കാൻ കഴിയുന്നു. സർവോപരി ശാരീരികമായ വളർച്ചയ്ക്കും എല്ലുകളുടെ ആരോഗ്യത്തിനും കൂട്ടുകൂടി ഓടിച്ചാടി കളിക്കുന്നത് നല്ലതാണ്. അവരുടെ കൂട്ടുകാർ നല്ലതാണോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തിയാൽ മാത്രം മതി. ഇത്തിരി നേരത്തെ ദേഹമനങ്ങിക്കളി കഴിഞ്ഞാൽ അവർ കൂടുതൽ ഊർജ്ജസ്വലരായി പഠിക്കാൻ എത്തുന്നത് കാണാം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? കുട്ടികളെ പുറത്ത് കളിക്കാൻ വിടാത്തവരാണോ നിങ്ങൾ? അപ്പോൾ ഇനി എന്ത് ചെയ്യണം? കുട്ടികളെ പുറത്ത് കളിക്കാൻ വിടണം. അവരും ഈ ലോകം അറിയട്ടെ. ഇതിനിടയിൽ ചെറിയ രീതിയിൽ ചെറിയ കനം കുറച്ചിട്ട് കയ്പ്പയ്ക്ക അരിഞ്ഞു. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ 2 സവാള അരിഞ്ഞു, ഉള്ളി വെളുത്തുള്ളി ചതച്ചെടുത്തു. ഇനി വെളിച്ചെണ്ണ, നല്ല വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. ചീനച്ചട്ടി ചൂടായി കഴിഞ്ഞാൽ ഈ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളി വെളുത്തുള്ളി അതുപോലെ കറിവേപ്പിൻ്റെ ഇല ചേർത്ത് ഇളക്കി ഒന്ന് മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ചതച്ച മുളക് പൊടിയോ ചേർക്കാം. ഞാൻ കുറച്ച് ചതച്ച മുളകും കുറച്ച് മുളക് പൊടിയും അത് എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്തി ഉപ്പും ചേർത്ത് കമഴ്ത്തി മൂടിയിട്ട് വേവിക്കുക. ഇതിനിടയിൽ ഇനി വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞു തരാം. കുട്ടികളെ വളർത്തുന്നതിൽ ചൈനയുടെ പുതിയ തിയറി റിവേഴ്സ് പാരൻറ്റിങ്ങിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഉപദേശിക്കുന്നതിന് പകരം കുട്ടികളെ അനുഭവങ്ങളിലൂടെ പഠിപ്പിക്കാൻ അനുവദിക്കുന്ന ഈ രീതിയുടെ 3 പ്രധാന മാർഗങ്ങളാണ് റോൾ റിവേഴ്സ്, അനുഭവിച്ച് പഠിക്കൽ, മിറർ റിയാക്ഷൻ എന്നിവ. നല്ല മഞ്ഞ് വീഴ്ചയുള്ള ഒരു ദിവസം. വീടിനകത്ത് 3 വയസ്സുള്ള ഒരു കുട്ടി കാർട്ടൂണിൽ കാണുന്ന രാജകുമാരിയുടെ നേർത്ത വസ്ത്രം ധരിച്ച് പുറത്തു പോകണമെന്ന് വാശി പിടിക്കുന്നു. ആ തണുപ്പത്ത് പുറത്തു പോയാൽ അസുഖം പിടിക്കുമെന്ന് ഉറപ്പാണ്. നിങ്ങളാണെങ്കിൽ എന്തു ചെയ്യും? വഴക്ക് പറഞ്ഞ് മുറിയിൽ അടച്ചിടുമായിരിക്കും. എന്നാൽ ചൈനയിലെ ഒരമ്മ ചെയ്തത് അതല്ല.
അവര് കുട്ടിയെ നിർബന്ധിച്ച് തടഞ്ഞില്ല. പകരം ആ വേഷത്തിൽ പുറത്തു പോകാൻ അനുവദിച്ചു. പിന്നാലെ നിശബ്ദയായി പോയി. പുറത്തിറങ്ങിയതും തണുപ്പ് സഹിക്കാനാവാതെ കുട്ടി തന്നെ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടി വന്നു. ഈ സംഭവം ആരോ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടതോടെ സംഗതി വൈറലായി. 100 ഉപദേശങ്ങൾ നൽകുന്നതിനേക്കാൾ നല്ലത് ഒരു തവണ അനുഭവിച്ച് പഠിക്കുന്നതാണ് എന്ന് പലരും കമന്റ് ചെയ്തു. ഈ ചർച്ചകളാണ് റിവേഴ്സ് പാരന്റിംഗ് എന്ന വാക്കിന് വീണ്ടും പ്രചാരം നൽകിയത്. അതെ, ചൈനയിൽ ഇപ്പോൾ റിവേഴ്സ് പാരന്റിംഗ് എന്ന കുട്ടികളെ വളർത്തുന്ന പുതിയ രീതിക്ക് വലിയ ശ്രദ്ധ കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് മില്ലേനിയൽ മാതാപിതാക്കൾക്കിടയിലാണ് ഈ രീതിക്ക് സ്വീകാര്യത കൂടുതൽ. കുട്ടികളെ ഉപദേശിച്ചും തല്ലിയും വളർത്തുന്നതിന് പകരം സംഭാഷണത്തിനും പരസ്പര ബഹുമാനത്തിനും പ്രാധാന്യം നൽകുന്നതാണ് ഈ രീതി. സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റാണ് ഈ വിഷയം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. 3 പ്രധാന രീതികൾ. റിവേഴ്സ് പാരന്റിങ്ങിൽ പ്രധാനമായും 3 രീതികളാണ് ഉള്ളത്. റോൾ റിവേഴ്സ്. 1. റോൾ റിവേഴ്സ്. ഇവിടെ മാതാപിതാക്കൾ കുട്ടികളുടെ സഹായം ആവശ്യമുള്ളവരെ പോലെ പെരുമാറും. ഇത് കുട്ടികളിൽ ഉത്തരവാദിത്തവും കരുണയും സഹായിക്കാനുള്ള മനോഭാവവും വളർത്താൻ സഹായിക്കും. ഉദാഹരണത്തിന്, അമ്മയ്ക്ക് ക്ഷീണം, ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് തരുമോ എന്ന് ചോദിക്കുമ്പോൾ കുട്ടി സ്നേഹത്തോടെ അത് ചെയ്യാൻ ശ്രമിക്കും. 2. അനുഭവിച്ചു പഠിക്കൽ, കോൺസിക്വൻസ് എക്സ്പീരിയൻസ്. കുട്ടികളുടെ തീരുമാനങ്ങളുടെ ഫലം അവർ തന്നെ നേരിട്ട് അനുഭവിക്കാൻ അവസരം നൽകുന്ന രീതിയാണ് ഇത്. ഉദാഹരണത്തിന്, ഹുബേ പ്രവിശ്യയിലെ വുഹാൻ നഗരത്തിൽ 8 വയസ്സുകാരൻ സ്കൂൾ നിർത്തി ഗെയിമർ ആകണമെന്ന് വാശി പിടിച്ചു. മാതാപിതാക്കൾ സമ്മതിച്ചു. പക്ഷെ ഒരു നിബന്ധന വെച്ചു. ദിവസവും 16 മണിക്കൂർ വീഡിയോ ഗെയിം കളിക്കണം, അതിൻ്റെ റിപ്പോർട്ട് നൽകണം. 3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും കുട്ടി തളർന്നു. തൻ്റെ തീരുമാനം തെറ്റായിരുന്നു എന്ന് സമ്മതിച്ച് പിന്മാറി. 3. മിറർ റിയാക്ഷൻ. കുട്ടി ദേഷ്യപ്പെട്ട് കരയുമ്പോൾ മാതാപിതാക്കളും അതേപോലെ തിരിച്ച് പെരുമാറി അവരെ കാര്യം ബോധ്യപ്പെടുത്തുന്ന രീതിയാണ് ഇത്. ഷാങ്ഹു എന്ന അമ്മ മകൾ ഐസ്ക്രീം കിട്ടാത്തതിന് നിലത്ത് കിടന്ന് കരഞ്ഞപ്പോൾ അവരും മകളുടെ അടുത്ത് അതുപോലെ കിടന്ന് ഉറക്കെ കരഞ്ഞു. അമ്മയുടെ ഈ രൂപം കണ്ട് കുട്ടി ഞെട്ടി കരച്ചിൽ നിർത്തി. എന്നിട്ട് അവർ പറഞ്ഞു, കുട്ടി കരച്ചിൽ നിർത്തി എന്നാണ് അവർ പറയണത്. മാനസികാരോഗ്യ വിദഗ്ധനായ ഹാൻസ് സാൻസ്കിയുടെ അഭിപ്രായത്തിൽ ഇതൊരു തരം ഫലമടിസ്ഥാനമാക്കിയുള്ള വിദ്യാഭ്യാസമാണ്. ചെറിയ കുട്ടികളിൽ ഇത് ഫലപ്രദമാണ്. എന്നാൽ 8-9 വയസ്സിന് മുകളിലുള്ള കുട്ടികളിൽ ഇത് പ്രായോഗികമാവില്ല. അവരോട് കാര്യങ്ങൾ യുക്തിപരമായി വിശദീകരിക്കുന്നതാണ് നല്ലത് എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കുട്ടിയുടെ വളർച്ചയുടെ ഘട്ടവും വൈകാരിക ആരോഗ്യവും പരിഗണിച്ച് മാത്രമേ ഏത് പുതിയ രീതിയും പരീക്ഷിക്കാവൂ എന്നും വിദഗ്ധർ പറയുന്നു. എനിക്കൊരു നല്ല ഒരു അറിവായിട്ട് തോന്നി. നിങ്ങൾ ഇതിനോട് അനുകൂലിക്കുന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ ഇതിനുള്ള വേറെ എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിലും നെഗറ്റീവായിട്ടുള്ളതും പോസിറ്റീവായിട്ടുള്ളതായിട്ടുള്ള കമൻസൊക്കെ നിങ്ങൾ ഇതിലൂടെ അറിയിക്കുക കേട്ടോ, കമൻസിലൂടെ അറിയിക്കുക. അതിനിടയിൽ നമ്മുടെ കൈപ്പയ്ക്ക ഉപ്പേരിയിൽ അല്ലെങ്കിൽ കൈപ്പയ്ക്ക മെഴുക്ക് പുരട്ടിയിൽ ചേർത്തിട്ടുള്ള സീക്രട്ട് ഇൻഗ്രീഡിയൻസ് എന്താണെന്നല്ലേ, അത് വെന്തതിന് ശേഷം എന്ത് ചെയ്യുക, 1 സ്പൂൺ പഞ്ചസാര ചേർത്തി ഒന്നുകൂടി ഇളക്കി കമഴ്ത്തി മൂടി ഒന്നുകൂടി ഇങ്ങനെ പാകാക്കിയിട്ട് വേവിക്കുക, അടച്ചു വെച്ചിട്ട് തീ കെടുത്താതെ തന്നെ ചെറിയ തീയിലിട്ടിട്ട് ഒരു സ്പൂൺ പഞ്ചസാര ചേർത്തി ഇളക്കി യോജിപ്പിച്ചിട്ട് വെക്കുക. നല്ല ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് ചെയ്ത് നോക്ക്, ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് ചെയ്ത് നോക്ക്. പിന്നെ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്ത് വാങ്ങിച്ചിട്ടുള്ള ബോട്ടിൽസാണ്, പ്ലാസ്റ്റിക് ബോട്ടിൽസാണ്. നല്ല എയർ ടൈറ്റായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതിനിപ്പോൾ കഴുകി ഉണക്കി ഇതിന് ശേഷമാണ് നമ്മൾ എന്തെങ്കിലും അതിലിട്ട് വെക്കുള്ളൂ. അപ്പോൾ എന്തായാലും കിട്ടിയപ്പോൾ ഞാനിതൊന്ന് കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ പാരൻറ്റിങ് രീതികളാണ് ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കൂടാതെ ഒരു കൈപ്പയ്ക്ക അല്ലെങ്കിൽ പാവയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്ന വിധവും പറഞ്ഞു. അപ്പോൾ എന്തായാലും വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻസ് അറിയിക്കുക. ഓക്കെ, താങ്ക് യു ഓൾ.